നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാർ, ശബരിമല വിഷയമൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. പക്ഷേ അതിനിടയിലാണ് മുഖ്യമന്ത്രി വിദേശ പര്യടനം. അത് നിരവധി രാജ്യങ്ങളിലേക്ക് പോകാൻ വിദേശ പര്യടനത്തിന് തയ്യാറായി നിൽക്കെ കേന്ദ്ര വിദേശകാര്യ വകുപ്പിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന അങ്ങനെ ഇപ്പോൾ പോകണ്ട, ഇവിടെ തന്നെ കിടന്നാൽ മതി, ഈ വിഷയം ഇങ്ങനെ കിടക്കുമല്ലേ, എന്താണ് അവർ തടയാനുള്ള കാര്യമെന്ന് ചോദിച്ചറിയില്ല. ഒരു പക്ഷേ നീണ്ട ഒരു യാത്ര തന്നെയാണ്. ആ ഒരു യാത്രയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും ചായ്വുകളോ മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ എന്നുള്ളൊരു സംശയം ഒരു പക്ഷേ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് സംശയമാണോ എന്നുള്ള ഒരു ചില സൂചനകളും വരുന്നുണ്ട്. അതിനപ്പുറം ഇതിനിടയിൽ നമ്മുടെ മുഖ്യമന്ത്രി അമിത്ഷായെ ഉൾപ്പെടെ നിരവധി മന്ത്രിമാരെ കേന്ദ്രത്തിൽ പോയി സന്ദർശിച്ചിരിക്കുന്നു. ഒരുപക്ഷെ എപ്പോഴും അരോചകവും അതൃപ്തിയുമായിരിക്കുന്ന മുഖ്യമന്ത്രി ഉപഹാരങ്ങളുമായിട്ടൊക്കെയാണ് ഗഡ്കരിയെ പോലുള്ളവരെയൊക്കെ പോയി കണ്ടത്. റിയാസ് ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ശബരിമല വിഷയം തണുപ്പിക്കാനാണോ എന്നതാണ് ഇപ്പോൾ ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ. കുമാരനാശാൻ്റെ കവിത ഓർമ്മ വരുന്നത്, നാമിങ് അറിയുവതൽപ്പം എല്ലാം രഞ്ജിനി ദൈവസങ്കല്പം. ഓമനാന്നാണ് കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും. നമുക്കറിയില്ല, ഇത് ഹൈ ലെവലിൽ നടക്കുന്ന സംഗതികളാണ്, ഇതൊന്നും നമുക്കറിയില്ല. ഇതിനൊക്കെ പക്ഷേ ഒരു കാര്യമുണ്ടെങ്കിൽ അതിനൊരു കാരണവുമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയം എന്ന് പറയുന്ന ഗൾഫ് പര്യടനം റദ്ദാക്കിച്ചു കേന്ദ്രം. ഏറെ പര്യടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഗൾഫിലേക്ക് തന്നെ എത്ര തവണ, ഇന്തോനേഷ്യയിലേക്ക്, പിന്നെ ലോക തലസ്ഥാനങ്ങളെല്ലാം എവിടെ പോയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ നിയമസഭയിൽ പോലും ശബരിമല വിഷയം ഇത്ര കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ശബരിമല വിഷയം അങ്ങനെ ആരും തണുപ്പിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. പ്രതിപക്ഷം ഉൾപ്പെടെ ജനം ഉൾപ്പെടെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പിനെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ഗൾഫ് പര്യടനം എന്തിന് എന്നുള്ളൊരു സൂചനയാണ് ആദ്യം. നമ്മളത് ക്ലാരിഫൈ ചെയ്യണം. കാരണം ഇപ്പോൾ ഗൾഫ് പര്യടനം റദ്ദാക്കിയതിൻ്റെ കാര്യം നമ്മൾ ആദ്യം അതൊന്ന് അനലൈസ് ചെയ്യണം. അതായത് എല്ലാ അനുവാദങ്ങളും കൊടുത്തിരുന്നു. ഗൾഫ് രാജ്യങ്ങളെ, ഇന്തോനേഷ്യ, പിന്നെ ഇവരുടെ ഭാര്യമാരെയും കൂട്ടി ലോകത്തെ എല്ലാ സ്ഥലങ്ങളും പോയി സന്ദർശിച്ചു. നമ്മൾ കണ്ടല്ലേ ചിരിച്ചുകൊണ്ട് ഭാര്യമാരുമായിട്ട് മന്ത്രിമാരിങ്ങനെ നിൽക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് കേരളം പുളകം കൊണ്ടില്ലേ, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു. ഇതിനെല്ലാം അനുവാദം കൊടുത്തിട്ടുണ്ട്. അനുവാദം ഒന്നും കൊടുക്കാതിരുന്നിട്ടില്ല. പിന്നെ അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിൽ പോയിട്ടൊരു ഇരുമ്പ് ആക്രി കസേരയിരിക്കുന്ന നമ്മൾ കണ്ടതല്ലേ എൻ്റെ പടം, അതിനും അനുവാദം എല്ലാം കൊടുത്തു. പിന്നെ എന്തുകൊണ്ടിപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് അനുമതി കൊടുത്തില്ല? രഞ്ജനിക്ക് എന്താ തോന്നുന്നത്? ഇതിനു മുന്നേ അമിത്ഷായെ ചെന്ന് കണ്ടു, അവിടെ വില പോയി കാണത്തില്ല. അതല്ല, ഈ യാത്ര വേണ്ടെന്ന് വെപ്പിക്കാൻ കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയി പ്രബലരായിട്ടുള്ള മലയാളികളുണ്ട്, നല്ല പണമുള്ളവരുമുണ്ട്, തീരെ പാവങ്ങളും ഉണ്ട് കേട്ടോ, വീട്ടു ജോലി ചെയ്യുന്നവരെ. ഈ പണക്കാരുടെ കയ്യിൽ നിന്നൊരു നല്ല തുക സമാഹരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പോയാൽ നടക്കും, അതിന് കഴിവുള്ള മനുഷ്യനാണ്. അതായിരുന്നു ലക്ഷ്യം. അമിത്ഷാ എന്ന് പറയുന്ന ആ ചാണക്യനുണ്ടല്ലോ, അദ്ദേഹം ഇതൊക്കെ മനസ്സിലാക്കും. ആ പരിപാടി വേണ്ട, നിങ്ങളുടെ ഫണ്ട് അങ്ങനെ അങ്ങ് കൂടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫണ്ടിനേക്കാൾ കൂടുതലാവും, പിന്നെ നിങ്ങൾ ജയിക്കും, അതിപ്പോൾ വേണ്ട എന്നുള്ളതാണ് അദ്ദേഹം. അപ്പം അങ്ങനെ അവരെ ആ കാര്യത്തിൽ ശരിക്കും ഹാൻഡിക്യാപ്ഡ് ആക്കുകയാണ് ചെയ്തത്. അംഗച്ഛേദം നടത്തുകയാണ് അമിത്ഷാ ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു പൊളിറ്റിക്കൽ ഊഹമാണ്. നമുക്കിതിൻ്റെ തെളിവുകളൊന്നുമില്ല. തന്നെയുമല്ല, ഒരു മുഖ്യമന്ത്രി കേരളം ഇങ്ങനെ പട്ടിണി കിടക്കുന്നു, കേരളത്തിനൊന്നും കേന്ദ്രം തരുന്നില്ല, ഇവിടെ പണമില്ല, ക്ഷേമ പെൻഷന് പണമില്ല, അതുപോലെ തന്നെ കേന്ദ്രം തരാതിരുന്നിട്ടും നമ്മളിത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഘോരകാരം പറയുന്ന ആൾ എന്തിനാ കൂടി ഗൾഫ് യാത്ര നടത്തുന്നത്? 30ഓളമാണ് പേഴ്സണൽ സ്റ്റാഫ്, എല്ലാവർക്കും പെൻഷനുമുണ്ട്, ശമ്പളമുണ്ട്, പാർട്ടിക്കാരെ ഉൾപ്പെടെ. PSC അംഗങ്ങളുടെ ശമ്പളം ജില്ലാ ജഡ്ജിമാരുടെ പരുവത്തിലാക്കി. ഇതിനൊക്കെ പണമുണ്ട്. പാവപ്പെട്ട ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പണമില്ല, ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കാനും പണമില്ല, ട്രഷറിയിലും പണമില്ല, ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് നടക്കുക. അന്ന് മുതൽ ഇന്ന് വരെ ഏത് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കാൻ വന്നാലും കേന്ദ്രത്തിൻ്റെ അലംഭാവം കാരണം നമ്മൾ ദാരിദ്ര്യത്തെ അനുഭവിക്കുക. എന്നും ദാരിദ്ര്യം പറയാനുള്ളൂ. എന്നാൽ പിന്നെ ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾ എന്തിനാ ഗൾഫിൽ കൂടെ പോയി അതിനും കൂടെ പൈസ ചിലവാക്കുന്നത് എന്നുള്ള ഒരു തീരുമാനം. നമ്മൾ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറയുമ്പോഴും ഒരാളുടെ മുമ്പിൽ മുട്ടുമടങ്ങാത്ത വ്യക്തി എന്ന് പറയുമ്പോഴും നമ്മൾ കണ്ടത് കുറച്ച് ദിവസമായിട്ട് ഇന്നലെ മുതൽ നമ്മൾ കാണുന്ന കുറച്ച് പിക്ചേഴ്സ് അമിത്ഷായുടെ മുമ്പിൽ കുഞ്ഞ് നിൽക്കുന്ന മുഖ്യമന്ത്രിയും ഗഡ്കരിയുടെ മുമ്പിൽ വിനീത ഭാവനായിട്ട് നിൽക്കുന്ന റിയാസിനെയും മുഖ്യമന്ത്രിയൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തിനും ഞങ്ങൾ ആരുടെയും കാല് പിടിക്കും എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മുഖഭാവമാണ് എനിക്ക് ഒരുപക്ഷെ കാണാൻ സാധിച്ചത്. അതൊരു പക്ഷേ വീണ്ടും ഒരു മൂന്നാം പിണറായി തരംഗത്തിലേക്ക്
അമിത്ഷായെ ഉൾപ്പെടെ കൂട്ടുപിടിച്ചുകൊണ്ടാണോ? അതെ, അവിടെ ചെല്ലുമ്പോൾ സക്രീതദാസനായിട്ട് ഇങ്ങനെ തൊഴുന്നതും ഇവിടെ വരുമ്പോൾ ഇവരെ എല്ലാം പണ്ടൊരിക്കലാണ് ഇദ്ദേഹം പറഞ്ഞത്, അമിത്ഷായാണ് ഉരുക്കു മനുഷ്യൻ, വെള്ളമാണെന്നാണ് തോന്നുന്നത്, ഉള്ളിൽ പൊള്ളയാണെന്നാണ് തോന്നുന്നത് എന്ന് കളിയാക്കിയതാണ് ഈ മുഖ്യമന്ത്രി. അതുപോലെ കളിയാക്കിയ ഒരാളാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ കേന്ദ്രം ഏതൊരു നടപടി എടുത്താലും ശരി അതിനെതിരെ ഏകകണ്ഠമായിട്ട് പ്രമേയം പാസ്സാക്കുന്നതാണ് നമ്മുടെ നിയമസഭ. ഇതിൻ്റെ എല്ലാ ഉത്തരം എപ്പോഴും കേന്ദ്രത്തിനെ കുറ്റം പറയുക, അമിത്ഷായെ കുറ്റം പറയുക. കേരളം നമ്പർ 1 എന്ന് പറഞ്ഞു. അതാണിപ്പോൾ ജി സുധാകരൻ ചോദിച്ചത്, ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി മോഷ്ടിക്കുന്നവരും നിങ്ങൾ നമ്പർ 1 ആണോ എന്ന്. അതുപോലെയുള്ള വീരവാദങ്ങളാണ്. കേന്ദ്രം ഒന്നും തരാതിരുന്നിട്ടുമാണ് ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തതെന്നാണ് എപ്പോഴും അദ്ദേഹം പറയാറുള്ളത്. അങ്ങനെയുള്ള അമിത്ഷാ അവിടെ പോയിട്ട് നിൽക്കുന്ന കണ്ടാൽ ഇത് കേന്ദ്രം എന്തൊക്കെയോ നല്ല രീതിയിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്നേ തോന്നത്തുള്ളൂ. അങ്ങനെ കിട്ടാത്ത ഒരാളിൻ്റെ നിരാശയൊന്നും ആ മുഖത്തില്ല. പൂർണ്ണ സംതൃപ്തനായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ശേഷമാണ് ഈ ഗൾഫിലെ പോക്കങ്ങ് നിർത്തിവെച്ചത്. ആ പരിപാടി മനസ്സിലിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു നല്ലൊരു മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. തന്നെ തെരഞ്ഞെടുപ്പിന് 6 മാസമേ ഉള്ളന്നേ, ആ ഒരു സമയം കൂടിയാണ്. തന്നെയല്ലോ ശബരിമലയുടെ പ്രക്ഷോഭം ഗംഭീരമായിട്ട് നടക്കുന്ന സമയമാണ്. ലോ ആൻഡ് ഓർഡറിൻ്റെ മന്ത്രിയും കൂടാണ്, ആഭ്യന്തരമന്ത്രിയും കൂടാണ് ഇദ്ദേഹം. ശബരിമല വലിയ ഒരു വൈകാരിക വിക്ഷോഭമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്തൊരു മുഖ്യമന്ത്രി സംസ്ഥാനം വിടുന്നതിൻ്റെ കാര്യം കൂടെ അമിത്ഷാ ആലോചിച്ച് കാണും. അതുപോലെ തന്നെ വിദേശകാര്യ വകുപ്പ് കൂടെയുള്ള ഈ സന്ദർശനങ്ങളൊന്നും വേണ്ട എന്നുള്ള തീരുമാനം വരും. തന്നെയാണോ വിമാനങ്ങളിൽ യാത്ര എന്ന് പറയുന്നത് ഈ സമയത്ത് വളരെ ചിലവ് കൂടിയ ഒന്നാണ്. അവധിക്കാലമാണ്. നേരത്തെ ഉള്ളതിൻ്റെ 3 മടങ്ങൊക്കെയാണ് ഇപ്പോൾ ഇത് യാത്രാക്കൂലിയായിട്ട് വരുന്നത്. ആ സമയത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കേരളം മുഴുവനും കട്ടുമുടിപ്പിച്ച് എന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി പ്രവാസികളുടെയും കൂടെ പോക്കറ്റ് കാലിയാക്കണം എന്നുള്ള നയമാണോ? തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കണം ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. തന്നെയല്ല, ഇപ്പോൾ വേറൊരു വലിയ പ്രശ്നമുണ്ട്. പാലസ്തീൻ യുദ്ധം അങ്ങോട്ട് അവസാനിച്ച് കഴിയുന്നേ ഉള്ളൂ. പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ ഫാസ്റ്റായിട്ട് മാറി വരുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ തൽക്കാലം അങ്ങോട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇദ്ദേഹം എത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് അറിയാവുന്ന ഒരു പൊളിറ്റിക്കൽ റീസൺ എന്ന് പറയുന്നത് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ടൊരു കരാർ വിധിച്ചു. പാകിസ്ഥാനെതിരെ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ അത് സൗദിക്കെതിരെയുള്ള യുദ്ധമായിട്ട് കണക്കാക്കും. സൗദിക്കെതിരെ ഒരു യുദ്ധം വന്നാൽ പാകിസ്ഥാനെതിരെയുള്ള അങ്ങനെ ഒരു സ്ട്രാറ്റജിക് കരാറിൽ അവർ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഗൾഫ് രാജ്യങ്ങളെ, സൗദിയിലും പോകും ഇദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് തൽക്കാലം ഒരു സന്ദർശനം ഒന്ന് കുറച്ച് വയ്ക്കുക എന്നുള്ള പോളിസി തന്നെ ഉണ്ട്. ഒരുപക്ഷെ ഇന്ത്യക്ക് ആ ഒരു പോളിസി ഉണ്ടായിരിക്കാം. പോളിസി ഉണ്ട്. അങ്ങനെ പോയി സൗഹൃദങ്ങളൊന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനം കൂടെ ആയിരിക്കണം. എന്നാൽ അതിൻ്റെ പിന്നിൽ നമ്മുടെ ഒരു റീഡിംഗ് ആണിത്. അല്ലാതെ അതൊരു നമ്മൾ അറിഞ്ഞതോ ഒന്നുമല്ല, പരസ്യമായിട്ട് ഗവൺമെൻറ് പറഞ്ഞതോ അല്ല. എന്തായാലും നന്നായി എന്നേ എനിക്ക് അഭിപ്രായമുള്ളൂ. കാരണം ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ. മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. ശബരിമല ഈ വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. CBI അന്വേഷണം വേണമെന്ന് BJPയും കോൺഗ്രസും ഒരുപോലെ തന്നെ പറയുന്നുണ്ട്. ഒരു പക്ഷേ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള നമ്മുടെ കേരള നിയമത്തിന് അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഏതായാലും CBI അന്വേഷണത്തിലേക്ക് കേന്ദ്രം കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഹൈക്കോടതി തീരുമാനമാണ്. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ പേടിക്കേണ്ടത് പിണറായി സർക്കാരാണ് അല്ലേ? പിണറായിക്ക് ഒരു പേടിയില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട്. തനിക്ക് ധൈര്യമായിട്ടായിരിക്കുന്നത്, ചങ്കൂറ്റത്തോടെയാണ് ഇരിക്കുന്നത്. ഇത് അദ്ദേഹത്തിലേക്ക് വരാതെ അവിടെ നമ്മുടെ ഇതുണ്ടല്ലോ S-400 എന്ന് വിന്യസിച്ചിരിക്കുന്നത്, ഒരു മിസൈലും ഇങ്ങോട്ട് വരാത്ത രീതിയിൽ നമ്മൾ യുദ്ധത്തെ നേരിട്ടില്ലേ, അതുപോലൊരു സംവിധാനം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു സംവിധാനമുണ്ട്. KV തോമസും അതുപോലെ തന്നെ ഇവർ നിതിൻ ഗഡ്കരി എല്ലാം കൂടെ ചേർന്ന് ഒരു വലിയൊരു പക്ഷേ അങ്ങനെ ഒരു സംവിധാനം ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ BJP ഒരു 2 സീറ്റിൽ നിന്നും ഇത്രത്തോളം വളർന്ന ഒരു പാർട്ടിയാണ്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ ഒരു നീക്കം അത് വിജയം തന്നെയാണ് കൊയ്തിരുന്നത്. പക്ഷേ കേരളത്തിലും ഏകദേശം ഒരു മോദി ഫാൻസ് ആരാധകരുണ്ട്, BJP ആരാധകരൊക്കെ ഉണ്ട്. പക്ഷേ മലയാളികളെ അങ്ങനെ അത്ര പെട്ടെന്ന് നമുക്ക് പറ്റിക്കാനാവുമോ? മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ലാവ്ലിൻ കേസിന്റെ കാര്യത്തിലായാലും ശരി, ശബരിമല മോഷണത്തിന്റെ കാര്യത്തിൽ ഒരു കിറ്റ് വിതരണം കാണാൻ 2ാം പിണറായി സർക്കാർ വന്നു. പക്ഷേ ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ട് കിറ്റും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ദൂരെ എറിയണമെന്ന്. കിറ്റും കൊണ്ട് വന്നു കഴിഞ്ഞാൽ കിറ്റിൻ്റെ ഒക്കെ അതെ കിറ്റിൻ്റെ സന്ദേശവുമായിട്ട് വരുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം ദുർബലമായിരിക്കുന്നിടത്ത് ഇദ്ദേഹത്തിൻ്റെ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം തന്നെ എന്തിന് കേന്ദ്രത്തിൽ പോയി എന്നൊരു ചോദ്യം ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് വന്നിട്ടുണ്ടോ ഇതുവരെ? എന്തിനു പോയി? ഈ തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം അവശേഷിക്കുന്ന സമയത്ത് എന്തിനു പോയി? എന്ത് പദ്ധതി ഉണ്ടാക്കാൻ പോയി? ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനാണെങ്കിൽ ഒരു 9 മാസമേ ഉള്ളൂ പ്രഖ്യാപനം നടത്താൻ. അതിനിടയ്ക്ക് ഇപ്പോൾ എന്ത് നടത്താനാണ് പോകുന്നത്? ആ ഒരു ചോദ്യം സ്വാഭാവികമുണ്ടായി. സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം കറക്റ്റാണ്, ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്. വയനാട് പാക്കേജിൻ്റെ എമൗണ്ട് കൂട്ടണം. അതിനൊരു കത്തെഴുതിയാലും മതിയല്ലോ, കത്തെഴുതി കൊടുത്താലും മതിയല്ലോ അതിന് എമൗണ്ട് കൂട്ടണമെന്ന്.
അത് മതിയായിരുന്നല്ലോ, അതിൻ്റെ ആവശ്യമേ ഉള്ളായിരുന്നു. കാരണം ഇതിൻ്റെ അവസാന ഭാഗമാണ്, ഇത് കിട്ടില്ലെന്നുള്ള ഉറപ്പുമാണ് മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം. അപ്പോൾ പിന്നെ ഇത് പോയത് വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ, അത്ര വലിയൊരു സാഹചര്യമൊന്നും കേരളത്തിലില്ല. പുതുതായിട്ട് ദുരന്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് വളരെ വളരെ പിന്നെ നമ്മളെ ദുർഗ്രഹം എന്ന് പറയുന്നത്, പല ജനങ്ങളും പ്രതിപക്ഷം പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. LDF BJP ഒരു കൂട്ടുകെട്ടിലേക്കാണോ എന്നുള്ളത്. അഡ്ജസ്റ്റ്മെൻറ്റ്, കൂട്ടുകെട്ടല്ല, കൂട്ടുകെട്ട് ഒരിക്കലും ഉണ്ടാവില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. തൃശ്ശൂരിലാണ് നടന്നിട്ടുണ്ടെന്ന് പോലും പറയുന്നുണ്ട്. അപ്പോൾ അവർ അഡ്ജസ്റ്റ്മെൻറ്റ്. പക്ഷേ അതിൽ ഇനി മലയാളികൾ വീഴുമോ? അല്ല, ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യത. കാരണം CPI ഒന്ന് നശിച്ച് കാണാൻ വളരെ ആഗ്രഹിക്കുന്ന CPM. അപ്പോൾ സുനിൽകുമാറിനെ ഒന്ന് തോൽപ്പിച്ചുകൊണ്ട് BJP ഒന്ന് സഹായിക്കാൻ വേണ്ടി അതിനു മുമ്പ് ചർച്ചകൾ നടന്നു എന്നല്ലേ പറയുന്നത്. പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് EP ജയരാജൻ ചർച്ച നടത്തിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. പണ്ട് ഞാനിത് ശുദ്ധമായ അബദ്ധം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇനി നോ മോർ ഇറ്റ് ഈസ്. അല്ല, അത് അമിത്ഷാ പറഞ്ഞതാണ്. 32 സീറ്റുകൾ എന്നുള്ളത് അമിത്ഷായുടെ ഒരു കൗണ്ടർ ഇതായിട്ട് തന്നെ വെച്ചേക്കാണ്. 2031 ഒരു പ്രതിപക്ഷത്തേക്ക് വരുന്ന BJP 2036 ഭരണപക്ഷം എന്നുള്ളതാണ് അവരുടെ ഒരു ലാസ്റ്റ് പോയിന്റ്, ടാർഗറ്റ് അതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ CPM-നെ കൂട്ടുപിടിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസിനെ തളർത്താൻ പറ്റില്ലേ? അമിത്ഷായുടെ ആത്മവിശ്വാസം അസ്ഥാനത്തല്ല കേട്ടോ. കേരളത്തിലുടനീളം നമ്മൾ ചെല്ലുന്ന നമ്മുടെ ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ സർവേ പോലല്ല, ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം ധാരാളം ഉള്ളതുകൊണ്ട് NSS കരയോഗങ്ങളിൽ തന്നെ കാറ്റ് വീശുന്നത് ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടാണ്. അപ്പം സുകുമാരൻ നായർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ്. അത് നിശബ്ദമായ പ്രതിഷേധമാണ്, ബഹളമൊന്നും വെച്ച് വഴക്കുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ തിരുവനന്തപുരത്ത് തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കൂ. എല്ലാവരും CITUവിൻ്റെ മെമ്പർമാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ കാര്യം നോക്കണ്ട. പൊതുവെ ഒരു വികാരം മോദി മിടുക്കണം. മോദിയിൽ കേന്ദ്രീകരിച്ചാണ്. ഇവിടുത്തെ BJP കേന്ദ്രീകരിച്ചൊന്നും അല്ല, രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രീകരിച്ചൊന്നും അല്ല. കേന്ദ്രത്തിലെ മോദി അത് നല്ല മിടുക്കനാണ്. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുന്ന. പക്ഷേ പിണറായി ഇപ്പോൾ കയ്യിൽ വെച്ച് കൊടുക്കുന്ന, അമിത്ഷായ്ക്ക് കയ്യിൽ വെച്ച് കൊടുക്കുന്ന CPM-ന്റെ അധപ്പതനം തന്നെയല്ലേ ഒരിക്കലും പൊങ്ങി വരാതെ. എന്നും കോൺഗ്രസ് ഒരുപക്ഷെ പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെ കാണും. പക്ഷേ CPM ബംഗാളിലും ത്രിപുരയിലും ഉള്ളതുപോലെ സർവനാശമല്ലേ കേരളത്തിലും സംഭവിക്കുന്നത് CPM-ന്റെ? അതായി അന്താളിപ്പ്. ഇന്ത്യയിലെ ഒരേ ഒരു അവസാന പിണറായി CPM-ന്റെ അവസാന നേതാവ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ VD സതീശൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ പറയുന്നത് കൃത്യമായിട്ട് പോകുന്ന വഴിയല്ലേ? അത് VD സതീശൻ അദ്ദേഹത്തിൻ്റെ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ വീണ്ടും പിണറായി തന്നെ വരും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അത് കോൺഗ്രസിൻ്റെ ഹോംവർക്കാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാമഗ്രികളും ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിക്കുക എന്നുള്ളത് അവരുടെ കൃത്യമാണ്, നമ്മുടെ കൃത്യമല്ല. അത് അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നിരാശയ്ക്കിടയാക്കുന്ന സംഭവം. തീർച്ചയായിട്ടും ശബരിമല വിഷയം തണുപ്പിക്കാൻ പല രീതിയിൽ ഭരണപക്ഷം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് വിലപ്പോകുന്നില്ല. ഗൾഫ് പര്യടനം ഉൾപ്പെടെ അത് അവതാളത്തിൽ കിടക്കുന്ന പിണറായി വിജയനെ എങ്ങോട്ടും വിടില്ല എന്ന് അമിത്ഷാ പറയുമ്പോഴും അവിടെ ഒരു CJP കൂട്ടുകെട്ടുണ്ടോ എന്നുള്ളത് ജനം സംശയിക്കുന്നുണ്ട്, നമ്മളല്ല. MJP ഉണ്ടാവുന്നുണ്ടോ അല്ലേ, മാർക്സിസ്റ്റ് ജനതാ പാർട്ടി ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ഏതായാലും അമിത്ഷായുമായി അല്ലെങ്കിൽ ഗഡ്കരിയുമായിട്ട് നിരവധി കേന്ദ്ര മന്ത്രിമാരുമായിട്ടുള്ള ഇവരുടെ മീറ്റിംഗ് എന്താണെന്നുള്ളതാണ് ഇപ്പോൾ. സാമ്പത്തികം മാത്രമല്ല, രാഷ്ട്രീയം. തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള പല കൂട്ടുകെട്ടുകളാവാം. ഇതാണ് രാഷ്ട്രീയ തന്ത്രം ഇതാണ്. പക്ഷെ മലയാളികൾ എത്രമാത്രം ഇതിൽ വീഴുമെന്നുള്ളത് കണ്ടറിയാം. നന്ദി.